വിവിധ തരം ബയോഗ്യാസ് സ്റ്റൗവുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബയോഗ്യാസ് സ്റ്റൗവുകൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഒരു പ്രധാന അവിഭാജ്യ ഘടകം എന്ന് തന്നെ പറയാം. കാരണം ഒരു ജൈവമാലിന്യ സംസ്കരണത്തിലൂടെ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ചാൽ ബയോഗ്യാസിനെ ഡയറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അനുയോജ്യമായത് കുക്കിങ്ങിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ബയോഗ്യാസ് കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അതിന് അനുയോജ്യമായ സ്റ്റൗവുകളും ആവശ്യമാണ്. അപ്പോൾ ബയോഗ്യാസ് കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും 2 തരത്തിലുള്ള സ്റ്റൗവുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് സ്റ്റൗവുകളും മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് അനുയോജ്യമായ ബയോഗ്യാസ് സ്റ്റൗവുകളും. സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളോടൊപ്പം സ്ഥാപിക്കുന്ന സ്റ്റൗവുകൾ ക്യാൻറ്റീൻ ബർണറുകൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യാൻറ്റീൻ ബർണറുകൾ അതിൻ്റെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ കൺസംഷൻ അനുസരിച്ച് CFT ബയോഗ്യാസ് 1 മണിക്കൂറിൽ എത്ര ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് 15 CFT, 32 CFT ഇങ്ങനെ വിവിധ വലിപ്പത്തിലുള്ള ബർണറുകൾ ക്യാൻറ്റീൻ ബർണർ വിഭാഗത്തിൽ ലഭ്യമാണ്. ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ അനുബന്ധിച്ച് സ്ഥാപിക്കുന്ന ബയോഗ്യാസ് സ്റ്റൗവുകളും വിവിധ മാതൃകയിലും വിവിധ തരത്തിലും ലഭ്യമാണ്. അത് പ്രധാനമായും കാസ്റ്റ് അയൺ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്റ്റൗവുകളാണ് പ്രാരംഭ കാലഘട്ടത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു വന്നത്. എന്നാൽ ക്രമേണ അത് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള LPG സ്റ്റൗവുകൾക്ക് തുല്യമായ മാതൃകയിലുള്ള ബയോഗ്യാസ് സ്റ്റൗവുകൾ പ്രചാരത്തിൽ വരാൻ തുടങ്ങി. സാങ്കേതിക വിദ്യകൾ കൂടുതൽ വികസിച്ചപ്പോൾ ഗ്ലാസ് ടോപ്പോട് കൂടിയ ബയോഗ്യാസ് സ്റ്റൗവുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് കൂടാതെ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഇഗ്നിഷൻ അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുന്ന സ്റ്റൗവുകളും ഓട്ടോമാറ്റിക്കായിട്ട് കത്തിക്കാവുന്ന സ്റ്റൗവുകളും പ്രചാരത്തിൽ വന്നു. അതുകൂടാതെ ബയോഗ്യാസ് സ്റ്റൗവുകളിൽ മറ്റൊരു പ്രത്യേകതയിലുള്ള സ്റ്റൗ മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതെന്നാൽ ഗ്ലാസ് ടോപ്പ് മാതൃകയിലുള്ള സ്റ്റൗവുകളിൽ ഒരേ സ്റ്റൗവിൽ തന്നെ 4 ബർണറുകളുണ്ടാകും. ആ 4 ബർണറിൽ 2 ബർണർ ബയോഗ്യാസ് ഉപയോഗിച്ചും 2 ബർണർ LPG ഉപയോഗിച്ചും പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഡിസൈനുകളും ഇന്ന് ലഭ്യമാണ്. ഇത് കൂടാതെ സ്റ്റൗവുകളിൽ തന്നെ നമ്മുടെ ആവശ്യാനുസരണം എങ്ങനെ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സിംഗിൾ ബർണർ സ്റ്റൗ വേണോ, 2 ബർണറുള്ള സ്റ്റൗ വേണോ, 2-ലധികം അതായത് 3 ബർണർ 4 ബർണർ ലഭ്യമായിട്ടുള്ള സ്റ്റൗവുകളും മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാന്റിൻ്റെ വലിപ്പം, അതിൻ്റെ ഉപയോഗം എന്നിവ അടിസ്ഥാനമാക്കി അനുയോജ്യമായ ബർണറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ബയോഗ്യാസ് സ്റ്റൗവുകളെ സംബന്ധിച്ച് സാധാരണ ഗുണഭോക്താക്കൾക്കുണ്ടാകാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇത് LPG ലൈനിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാമോ? LPG ലൈനിൽ ബയോഗ്യാസ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. സാധാരണ വീടുകളിലേക്ക് വലിപ്പം കുറഞ്ഞ പ്ലാന്റുകളാണ് സ്ഥാപിക്കുന്നതെങ്കിൽ സിംഗിൾ ബർണർ സ്റ്റൗവുകളായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ഘനമീറ്റർ വലിപ്പമുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റാണ് ഒരു 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യം. ആ വീട്ടിൽ ഒരു സിംഗിൾ ബർണർ സ്റ്റൗ ഉപയോഗിച്ചാൽ അത് 2 മണിക്കൂറോളം ആ സ്റ്റൗ വർക്ക് ചെയ്യിക്കുന്നതിനുള്ള ഗ്യാസ് ദിവസേന ലഭിക്കുന്നതാണ്. എന്നാൽ ഈ പ്ലാന്റിൽ തന്നെ 2 ബർണറുള്ള ഒരു സ്റ്റൗ ഉപയോഗിച്ച് അത് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും 1 മണിക്കൂർ കത്തിക്കുന്നതിനുള്ള ഗ്യാസ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ അത് ഗുണഭോക്താക്കൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്, സിംഗിൾ ബർണർ വേണോ ഡബിൾ ബർണർ വേണോ എന്നുള്ളത്. സാധാരണ ഈ ബയോഗ്യാസ് സ്റ്റൗവുകൾ പ്രവർത്തിക്കുന്നതിന് പ്രത്യേകതരം ലൈറ്ററുകൾ ആണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ മറ്റ് സ്റ്റൗവുകൾ കത്തിക്കുന്നത് പോലെ തന്നെ തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബയോഗ്യാസിന് അനുയോജ്യമായ ലൈറ്ററുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ബയോഗ്യാസിന് പ്രത്യേകം സ്റ്റൗവുകൾ ലഭ്യമാണ്. അത്തരം സ്റ്റൗവുകൾ മാത്രമാണ് ബയോഗ്യാസ് പ്ലാന്റിനോടൊപ്പം ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ LPG സ്റ്റൗവുകൾ ബയോഗ്യാസിൽ ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റൗവുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബയോഗ്യാസ് സ്റ്റൗവുകൾ ആവശ്യമാണെങ്കിലും ബയോഗ്യാസ് സ്റ്റൗവുകളുടെ സർവീസ് സംബന്ധമായ സപ്പോർട്ട് ആവശ്യമാണെങ്കിലും അത് ബയോടെക്കിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ സേവനം ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളിൽ വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ മാത്രമാണ് സംസ്കരിക്കുന്നതെന്ന് നിങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് നമ്മളൊരു സിംഗിൾ ബിന്നിൽ എല്ലാ വേസ്റ്റും കളക്ട് ചെയ്യുന്നതിന് പകരം ബയോഗ്യാസ് പ്ലാന്റിന് അനുയോജ്യമായ വേസ്റ്റുകൾ മാത്രം ഒരു ബിന്നിൽ കളക്ട് ചെയ്യും, ബാക്കി എല്ലാ അവശിഷ്ടങ്ങളും മറ്റൊരു ബിന്നിൽ കളക്ട് ചെയ്യുകയും ചെയ്താൽ ബയോഗ്യാസ് പ്ലാന്റിലേക്കുള്ള ഫീഡിങ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും. കാരണം ഒരു സിംഗിൾ ബിന്നിൽ കളക്ട് ചെയ്താൽ അതിൽ നിന്ന് വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ വേർതിരിക്കുന്ന ഒരു ജോലി ശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഒരു എഫർട്ട് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. അതായത് ഈ സോർട്ടിങ് എന്ന് പറയുന്ന തരംതിരിക്കൽ, വേസ്റ്റ് ബയോഗ്യാസിൽ സംസ്കരിക്കാവുന്ന, ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കാവുന്ന വേസ്റ്റ് തരംതിരിച്ചെടുക്കുന്ന ഒരു ജോലി അത് ശ്രമകരമാണ്. അത് പൂർണ്ണമായും എഫക്റ്റീവ് ആവുകയുമില്ല. കാരണം എങ്ങനെയൊക്കെ നമ്മൾ വേർതിരിച്ചാലും കുറേ ജൈവാവശിഷ്ടങ്ങൾ മറ്റ് വേസ്റ്റിനോടൊപ്പം കലർന്നിരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ മിനിമം ഒരു 2 ബിൻ കളക്ഷൻ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്രിഗേഷൻ അഥവാ സോർട്ടിങ് എന്ന് പറയുന്ന ആ ഒരു എഫർട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൂടുതൽ എളുപ്പത്തിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു കളക്ഷൻ സിസ്റ്റം എല്ലാ ബയോഗ്യാസ് പ്ലാന്റ് ഉടമകളും അനുവർത്തിച്ചാൽ അത് ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രവർത്തനം ഇനിയും കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. പുതുതായിട്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ താല്പര്യമുള്ളവർ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ 2 ബിൻ കളക്ഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നാൽ പ്ലാന്റുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ടെക്നിക്കൽ എക്സ്പെർട്സ് നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. താങ്ക് യു.